ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി പരിചയപ്പെടാൻ പോവുകയാണ്. ഇതൊരു പുതിയ ഇൻട്രാഡേ സ്ട്രാറ്റജി ഒന്നുമല്ല, പലരും ഉപയോഗിച്ചിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി തന്നെയാണ്. അതായത് നാരോ റേഞ്ച് ബ്രേക്കൗട്ട്. പക്ഷേ ഇതിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് കുറച്ചുകൂടി റിസ്ക് റിവാർഡ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ വീഡിയോന് തുടക്കക്കാർക്ക് വേണ്ടി എന്താണ് നാരോ റേഞ്ച് എന്ന ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതെങ്ങനെ ഈ സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ക്യാൻഡിൽസ് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കുക എന്നുള്ളതിന് ഒരു സ്ക്രീനർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം അതിൻ്റെ ബാക്കി ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്യേണ്ട മെത്തേഡ്, ഈ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയ ശേഷം നമുക്കിത് സ്വിംഗ് ട്രേഡിനും കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ ഇത് മൊത്തത്തിലുള്ള എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, പിന്നെ നാരോ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, NR7 NR4 ഈ രണ്ട് പ്രധാനപ്പെട്ട സെറ്റപ്സാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെറ്റപ്സ്. അതായത് തൊട്ട് മുമ്പുള്ള ഏഴ് ദിവസത്തെ ക്യാൻഡിൽസ്, അതിൽ ഇന്നത്തെ ക്യാൻഡിൽ ഏറ്റവും ചെറിയ റേഞ്ചുള്ള ക്യാൻഡിലായിരിക്കണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നാളെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഏത് സൈഡിലാണ് മൂവ്മെൻറ്റ് അതനുസരിച്ചുള്ള ട്രേഡ് എടുക്കുന്നതാണ്. NR4 4 ക്യാൻഡിൽസാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ നാരോ റേഞ്ച്, അതായത് സെല്ലേഴ്സിനും ബയേഴ്സിനും വലിയ ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ നാരോ റേഞ്ച് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒന്നുകിൽ ബയേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ വന്നാൽ ആ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് ഇതാണ്. ഈ ഒരു ക്യാൻഡിലിനുള്ള ഏത് സൈഡിലാണോ ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ബയേഴ്സാണോ സെല്ലേഴ്സാണോ വരുന്നത്, അതിനനുസരിച്ച് അവർക്ക് മേൽക്കൈ നല്ല കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് ആ സൈഡിലേക്ക് കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നാരോ റേഞ്ച് എന്ത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് റേഞ്ച് എന്ത് നോക്കാം. ഇത് ക്യാൻഡിൽസിൻ്റെ ബേസിക് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗം. അത് അറിയുന്നവരാണെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്തിട്ട് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ബിയറിഷ് ക്യാൻഡിലുണ്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഹൈ മൈനസ് ലോ ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഹൈയും ലോവും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ദിവസത്തെ ഹൈ 110, അന്നത്തെ ലോ 100 ആണെങ്കിൽ അന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത് 110 മൈനസ് 100 10, അത് 10 പോയിൻ്റാണ് അന്നത്തെ റേഞ്ച്. ഇനി NR7 എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ക്യാൻഡിൽസ് നമ്മൾ എടുക്കുമ്പോൾ ഇന്നത്തെ ക്യാൻഡിൽ ഇതുവരെയുള്ള 7 ക്യാൻഡിൽസിൽ ഏറ്റവും ചെറിയ റേഞ്ചുള്ള ക്യാൻഡിലാണെങ്കിൽ അതിന് NR7 എന്ന് പറയാം. ഇനി അതേപോലെ NR4 ഉണ്ട്, അതായത് 4 ഡേയ്സിൻ്റെ ക്യാൻഡിൽസ്, അതായത് തൊട്ട് മുമ്പത്തെ 3 ദിവസത്തെ ക്യാൻഡിലിനേക്കാളും ഇന്നത്തെ ക്യാൻഡിൽ ഏറ്റവും ചെറിയ റേഞ്ചുള്ളതാണെങ്കിൽ NR4 എന്ന് പറയും. അതും ഉപയോഗിക്കാറുണ്ട് കോമൺ ആയിട്ട്. ഇനി 4ഉം 7 എന്താണെന്ന് പ്രത്യേകത വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റേഞ്ച് അത്രയാണ്, 4 ക്യാൻഡിൽസിൻ്റെ അല്ലെങ്കിൽ 7 ക്യാൻഡിൽസിൻ്റെ. ഇതേപോലെ 9 ക്യാൻഡിൽസിൻ്റെ റേഞ്ച് ഉപയോഗിക്കുന്നവരും ഉണ്ട്, NR9. പക്ഷേ അതൊന്നും അത്ര കോമൺ അല്ല. പക്ഷേ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് NR4ഉം NR7ഉം ആണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്യാൻഡിൽ ഏറ്റവും ചെറിയ റേഞ്ച് ഉള്ളതായിരിക്കണം. അപ്പോൾ നാളെ നമുക്ക് ആ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതുവഴി അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ട് 500 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ 500 രൂപയുടെ ഡിസ്കൗണ്ട് കൂപ്പൺ അപ്സ്റ്റോക്സ് അയച്ചു തരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ടെലഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളും എൻ്റെ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മറ്റു വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റുകളും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ നാരോ റേഞ്ച് ക്യാൻഡിൽസ് സ്ക്രീൻ ചെയ്തെടുക്കാനുള്ള ഒരു സ്ക്രീനർ ഉണ്ടാക്കാം. ഞാനത് ചാർട്ടിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുകൂടാതെ ഞാനിതിൻ്റെ കണ്ടീഷൻസ് ഞാനിതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് ഇന്നത്തെ ക്യാൻഡിലിൻ്റെ റേഞ്ച് തൊട്ട് മുമ്പുള്ള 6 ക്യാൻഡിൽസിൻ്റെ റേഞ്ചിനേക്കാളും വലുതായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് NR7ൻ്റെ സ്കാനറാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൽ മുകളിൽ NR4 എന്നും കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ആ ലാസ്റ്റത്തെ 2 ഡിസേബിൾ ചെയ്താൽ എനിക്ക് NR4 ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻ കൊടുക്കേണ്ടത് ആദ്യത്തത് ലേറ്റസ്റ്റ് ഹൈ മൈനസ് ലേറ്റസ്റ്റ് ലോ, അതായത് ഇന്നത്തെ ക്യാൻഡിലിൻ്റെ സൈസ് അത് കിട്ടാൻ വേണ്ടാന്ന് ആ കണ്ടീഷന്. ഈസ് ലെസ് ദാൻ 1 ഡേ അഗോ ഹൈ മൈനസ് 1 ഡേ അഗോ ലോ, അതായത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ മൈനസ് ലോ, അതായത് ഇന്നലത്തെ റേഞ്ച് അതിനേക്കാളും ചെറുതായിരിക്കണം ഇന്നത്തെ ക്യാൻഡിലിൻ്റെ റേഞ്ച്. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷനിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ റേഞ്ച്
മിനിയാന്നത്തെ 2 ദിവസം മുമ്പുള്ള, അതായത് ഇന്നലല്ല മിനിയാന്നത്തെ റേഞ്ച് 2 days ago ഹൈ മൈനസ് 2 days ago ലോ, അതാണ് രണ്ടാമത്തേത്. അടുത്തത് മൂന്നാമത്തെ കണ്ടീഷന്, അതിലും അതേപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം, അതായത് 3 day ago ഹൈ മൈനസ് 3 day ago ലോ, അങ്ങനെ ഇത് ചെയ്യാം. എന്നിട്ട് സ്ക്രീൻ ചെയ്തെടുത്ത് നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് ചെക്ക് ചെയ്യാവുന്നത്. ആദ്യം കാണുന്നത് ഹെക്സാവെയർ തന്നെയാണ്. ഇത് മിക്കവാറും രാത്രിയായിരിക്കും നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്, എന്നിട്ട് നാളേക്കേക്കുള്ള റെഡിയാക്കി വെക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കതിൻ്റെ റേഞ്ച് നമ്മൾ അടയാളപ്പെടുത്താമെന്ന്. കാരണം ഞാൻ മൊബൈലിലാണ് ഈ റേഞ്ച് അടയാളപ്പെടുത്തുന്നത്, അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം മൊബൈൽ എൻ്റെ ലാപ്പ് സർവീസിന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പെർഫെക്ഷൻ കാണില്ലായിരിക്കും, എങ്കിലും നമുക്ക് ആ ലാസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഡെയിലി ക്യാൻഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ ക്യാൻഡലിൻ്റെ ഹൈയും ലോവും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് മുകളിലേക്ക് ഒന്നുകിൽ ബ്രേക്ക് ചെയ്യുക നാളെ, അല്ലെങ്കിൽ ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്യുക. 2 കാര്യങ്ങൾ നടക്കാം. അപ്പോൾ മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബൈ എൻട്രി എടുക്കും, താഴോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെൽ എൻട്രി എടുക്കും. അപ്പോൾ ഇനി ബൈ എൻട്രി സെൽ എൻട്രി എടുക്കാം, നമുക്ക് ബൈ ആവാം സെല്ലാവാം നാളത്തത്. അപ്പോൾ പക്ഷേ നമുക്കിനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട എങ്ങനെയാണെന്ന് അറിയണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അതായത് ഇതിൻ്റെ ശരിയായ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ബൈ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇന്നത്തെ ക്യാൻഡലിൻ്റെ ലോ ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത്. സെല്ലാണ് എടുക്കുന്നുള്ളതെങ്കിൽ ഇന്നത്തെ ക്യാൻഡലിൻ്റെ ഹൈ ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത്. പക്ഷേ ഈ രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അതായത് സ്റ്റോപ്പ് ലോസ് കുറച്ച് ദൂരമായിരിക്കും, എങ്കിലും ക്യാൻഡിൽ നാരോ റേഞ്ചാണ്, അന്നെങ്കിലും പല ക്യാൻഡിൽസും കുറച്ചധികം ദൂരമായിരിക്കും. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാനുള്ളത് ഞാൻ കുറച്ചുകൂടി അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ചെറിയ റിസ്കിൽ ഇതെങ്ങനെ എടുക്കുക എന്നുള്ളത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ HDFC ബാങ്കാണ് അടുത്തത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഫോം ചെയ്യുന്ന ഇന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ഫോം ചെയ്ത ക്യാൻഡിൽ, മിനിയാന്ന് ഫോം ചെയ്ത ക്യാൻഡിൽ ഈ 6 ദിവസത്തിൽ ഏറ്റവും ചെറിയ ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈയും ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. നാളെ അത് ഏത് സൈഡാണ് ബ്രേക്ക് ആവുന്നത് അതിനനുസരിച്ച് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, അത് മുകളിലോട്ടാണ് ബ്രേക്ക് ആകുന്നുള്ളതെങ്കിൽ, അതായത് ഇന്നത്തെ ഹൈനേക്കാളും മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കും. അത് ഇന്നത്തെ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ആ ഡേൻ്റെ ഹൈനെ സെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഡേ ഹൈ, ഇന്നത്തെ ഡേൻ്റെ ഹൈ, ആ ക്യാൻഡലിൻ്റെ ടോപ്പ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കും. ബൈ ആൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേൻ്റെ ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കും. പക്ഷേ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുത്താൻ പറ്റും, അത് ഞാൻ പറയാം കുറച്ചുകൂടി പറയുമ്പോൾ. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് തൊട്ട് മുമ്പത്തെ ഡേയ്സിൻ്റെ ചാർട്ട് എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ കുറച്ചുകൂടി നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ചെറിയ റിസ്കിൽ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെയാണ് തിയറിറ്റിക്കലായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് മാറ്റം വരുന്നത് സ്ക്രീനറിൽ. അതായത് മിനിയാന്നത്തെ മൂവ്മെൻറ്റ് അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തെ നാരോ റേഞ്ച് ബ്രേക്കൗട്ട് അനുസരിച്ചിട്ട് വർക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ എല്ലാം തൊട്ട് മുമ്പത്തെ ദിവസത്തെ രീതിയിലേക്ക് മാറ്റുന്നുണ്ട് ഈ സ്ക്രീനറിന് മൊത്തത്തിൽ. അതായത് 1 day ago ഉള്ളത് ക്യാൻഡിൽ അതിന് മുമ്പത്തെ 6 ദിവസത്തെ ക്യാൻഡിലിനേക്കാളും ചെറുത് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ നമ്മൾ ഒന്നുകൂടി ചേർക്കേണ്ടി വരും. ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ഡിസേബിൾ ചെയ്ത് വെച്ചു ഇതിന് വേണ്ടി. എന്നിട്ട് നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള 7ാമത്തെ ദിവസത്തിലേക്കും ചേർക്കാൻ വേണ്ടി നമ്മൾ ഒരു കണ്ടീഷൻ കൂടി അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം മുമ്പുള്ള ഹൈ അത് 7ാമത്തെ ദിവസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം 7ാമത്തെ ദിവസത്തിന് മുമ്പത്തെ ക്യാൻഡിലിനേക്കാളും ചെറുത്ത് എന്നുള്ള കണ്ടീഷൻ കൂടി ചേർത്ത്. അപ്പോൾ നമ്മൾ 6 ദിവസം, അതായത് വ്യാഴാഴ്ചൻ്റെ ക്യാൻഡിൽ തൊട്ട് മുമ്പുള്ള 6 ദിവസത്തിനേക്കാളും 6 ദിവസത്തിനേക്കാളും ചെറിയ ക്യാൻഡിലിന് ഫോം ചെയ്ത് എന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടി. അതിൽ കിട്ടിയ ചാർട്ട്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ കിട്ടിയ ഗോദ്രേജ് CP ആണ്, അതായത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. നമുക്ക് അപ്പോൾ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ചൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോ അടയാളപ്പെടുത്താം നമുക്കതിൽ. ഓക്കെ, മൊബൈലായതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, കമ്പ്യൂട്ടറിലായിരുന്നു കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഓക്കെ, നമ്മൾ ഹൈ അടയാളപ്പെടുത്തി, ഇതേപോലെ ലോ അടയാളപ്പെടുത്താം. പെർഫെക്റ്റ് ആയിട്ടില്ല, ചെറിയ രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. അത് മൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് മൊബൈലിൽ. ഒന്നുകൂടി ബാക്ക് എടുത്ത് ഞാൻ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ലോ തന്നെ ആദ്യം അടയാളപ്പെടുത്താം. അപ്പോൾ കറക്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റും ഇതിൽ അതിന് തൊട്ട് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ അതിൻ്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും സാധാരണ എടുക്കുന്നത്? ബൈ എൻട്രി ആയിരിക്കും. ബൈ
ട്രേഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് വേണമെങ്കിൽ ആരോ മാർക്കറ്റ് ഞാൻ കുറച്ച് നീങ്ങിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ലാസ്റ്റത്തെ ക്യാൻഡിൽ, അതായത് നമ്മൾ ലാസ്റ്റ് കാണുന്ന ക്യാൻഡിൽ, പോലത്തെ ക്യാൻഡിൽ അതിൻ്റെ തൊട്ടുമുമ്പത്തെ ക്യാൻഡലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിയായ മൂവ്മെൻറ്റ് മനസ്സിലാവും. ഞാൻ വെറും 2 ദിവസത്തെ ക്യാൻഡിൽ, വ്യാഴാഴ്ചൻ്റെയും വെള്ളിയാഴ്ചൻ്റെയും ക്യാൻഡിൽസ് മാത്രം എടുക്കുന്നുണ്ട്. അതിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് എടുക്കുന്നുണ്ട്. ടൈം ഫ്രെയിം 15 മിനിറ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ വ്യാഴാഴ്ചത്തെ ഹൈ നമുക്കിതിൽ ആദ്യം അടയാളപ്പെടുത്താം. നമുക്കിപ്പോൾ ഉറപ്പായി ഹൈ ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിപ്പോൾ ഇതിൽ. അപ്പോൾ നമ്മൾ ഹൈ അടയാളപ്പെടുത്തി. ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഒന്ന് റീട്രേസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അതായത് ഹൈ അടയാളപ്പെടുത്തി എങ്ങനെയാണെന്ന് നോക്കിയാൽ ആ ഒരു ക്യാൻഡിൽ ആദ്യത്തെ വ്യാഴാഴ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ലെവൽ ഹൈ ആയിട്ട് അടയാളപ്പെടുത്തി. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വീണ്ടും റീട്രേസ് ചെയ്ത ശേഷമാണ് ആ സ്റ്റോക്ക് മുകളിലോട്ട് മൂവ് ആയത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ ആയി, കാരണം ആ ഹൈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ലെവൽ ഒരു കുറച്ചുകൂടി സ്ട്രോങ് കൺവിക്ഷനോടുകൂടി ട്രേഡ് എടുക്കാം. കൂടാതെ അതിനേക്കാളും ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ്, ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് വെക്കാം സ്റ്റോപ്പ് ലോസ് ആ ഒരു സപ്പോർട്ടിന്. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽസ് എടുത്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാവും. ഞാൻ ഹൈ മാർക്ക് ചെയ്യാം. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് റീട്രേസ് ചെയ്തിട്ടാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ 5 മിനിറ്റിൽ ഇത് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്കിപ്പോൾ ഇതിൽ ഗുണം എന്താ പറഞ്ഞാൽ നമുക്ക് ചെറിയ റിസ്ക് എടുക്കാം. ഇതിൽ ആ ഒരു സപ്പോർട്ടിന് കുറച്ച് താഴെയായിട്ട്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല ആ ലൈന് വരച്ചത്, കാരണം മൊബൈലായതുകൊണ്ട് ഞാനത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എങ്കിലും ആ സപ്പോർട്ട് ലെവലിൽ കുറച്ച് താഴെയായിട്ട് ഒരു ബഫർ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു ലെവലിൽ ചെറിയൊരു റിസ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഹൈയിൽ മൂവായി, ഒരു പ്രാവശ്യം മൂവായി, വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് മൂവ് ആണെന്ന് കാണാൻ പറ്റും. ഇതിൽ ട്രേഡിൽ ശരിയായ രീതിയിൽ തിയറിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ അന്നത്തെ ക്ലോസിംഗ് പ്രൈസാണ്. പക്ഷേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഇൻട്രാഡേയിൽ എത്ര പ്രോഫിറ്റ് വേണമെന്ന് അറിയാമല്ലോ. ആ ഒരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും. അല്ലെങ്കിൽ വേണമെങ്കിൽ ട്രെയിൽ ചെയ്തുകൊണ്ട് പോവാം. ഓരോ 15 മിനിറ്റ് ക്യാൻഡിലോ 5 മിനിറ്റ് ക്യാൻഡിലോ ട്രെയിൽ ചെയ്തുകൊണ്ട് പോവാം. എത്രത്തോളം പ്രോഫിറ്റ് എടുത്താൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പ്രൈസ് ആക്ഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഹയർ ഹൈസ് ഹയർ ലോസ് ഫോം ചെയ്ത് പോകുന്നിടത്തോളം ട്രെയിൽ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ആ ഒരു ഹയർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്യാം. അങ്ങനെയും ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോ റിസ്കിൽ നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ഇതിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് പ്രൈസ് മാത്രമാണ് നമ്മൾ ഇതിൽ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ചെറിയൊരു മാറ്റം വരുന്നതുകൊണ്ടുള്ള നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതായത് നമുക്ക് റിസ്ക് കുറയാൻ പറ്റും. ഇപ്പോൾ അന്നത്തെ ഡേൻ്റെ ലോ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ടാവും. അത്രത്തോളം റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ രീതിയിൽ സെറ്റപ്പ് കിട്ടുന്നത് മാത്രം ട്രേഡ് ചെയ്യുക. ഒരു റീട്രേസ്മെൻ്റ് ആയ ശേഷം മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ശരിക്കും ഇതിലൊരു റീട്രേസ്മെൻറ്റ് ശരിക്കും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ബ്രേക്ക് ചെയ്ത ശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം ഒറ്റ പോക്കാണ്. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റേ വന്നിട്ടില്ല. റിസ്ക് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല സേഫ് നമുക്ക് അതാണ്. കാരണം പക്ഷേ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബ്രേക്ക് ഔട്ട് സോണിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഹയർ ലോ ഫോമേഷൻ നടന്നിട്ടാണ് അത് ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ളത്. നമുക്ക് ആ സ്വിംഗ് ലോൻ്റെ താഴെ വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എൻട്രി എടുക്കാം വേണമെങ്കിൽ. പക്ഷേ അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കാം. ഓക്കെ, ഇത് വേറെ സെറ്റപ്പ് നമുക്ക് നോക്കാം. ഇതിൽ സ്റ്റോക്ക് താഴോട്ടാണ് പോയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഹൈയും ലോവും മാർക്ക് ചെയ്ത് നോക്കാം. തൊട്ട് മുമ്പത്തെ ദിവസത്തിൻ്റെ ഇതിൽ മിക്കവാറും സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ലോ മാർക്ക് ചെയ്തു, നമ്മൾ ഹൈ മാർക്ക് ചെയ്യാം. ഹൈ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിലൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ട്, പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല അതിന് മുകളിൽ. കൂടാതെ നമ്മൾ റീട്രേസ്മെൻ്റ് ലോ കൂടി പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എൻട്രി ഇല്ല. പിന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ്സിലാണ്. അത് പക്ഷേ നമുക്ക് എൻട്രി എടുക്കാതിരിക്കുന്ന നല്ലത് ഒരു സമയം കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് വേറൊരു ചാർട്ട് നോക്കാം, ബ്രിട്ടാനിയൻ്റെ. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചതും കൂടി എക്സാമ്പിൾസ് വേണമല്ലോ അതിന് വേണ്ടി. പക്ഷേ ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും റീട്രേസ്മെൻ്റ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോയി, പക്ഷേ അത് റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബൗൺസ് ചെയ്തിട്ടില്ല, നേരെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് റീട്രേസ്മെൻറ്റ് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ബൈ എൻട്രി നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ പിന്നീട് അത്
താഴോട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് പോയ ശേഷം ഒന്ന് റീട്രേസ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ചാർട്ട് കൂടി എടുത്തു നോക്കാം. ജസ്റ്റ് ഇതിൽ ഗ്ലെൻമാർക്ക് ഫാമാൻ്റെ ആണ്. ഓക്കെ, നമുക്കിതിൽ കാണാൻ പറ്റും അന്നത്തെ തൊട്ടുമ്പത്തെ ദിവസത്തെ ലോവും ഹൈയും മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം. ഓക്കെ, ശരിക്കും ആ ഒരു സോണിൽ കുറേ സമയം നാരോ റേഞ്ചിൽ കുറേ സമയം കളിച്ച ശേഷം അത് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഒരു റീട്രേസ്മെൻ്റ് എന്ന് പറയാൻ നമുക്ക് ആ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ പോയാൽ നമുക്ക് ആ റീട്രേസ്മെൻറ്റ് കാണാൻ പറ്റും. ശരിക്കും ആ ഒരു ക്യാൻഡിൽ, ആ ഒരു വൈറ്റ് ക്യാൻഡിൽ ശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തില്ലേ, അതിന് ഒന്ന് ഹൈ പോയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് റേഞ്ചിൽ. നമുക്കത് 1 മിനിറ്റിൽ എടുത്താൽ കാണാൻ പറ്റും. പക്ഷേ ഞാനിത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 1 മിനിറ്റ് ക്യാൻഡിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം സക്സസ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ NR7 NR4 എന്ന് പറയുന്നത്. NR4 നമ്മളിന്ന് ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ചുകൂടി NR7 ആണ് കുറച്ചുകൂടി ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് NR7 ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയതുകൊണ്ട് തന്നെ നമുക്കതിൽ കുറച്ചുകൂടി ചെറിയ റിസ്കിൽ ട്രേഡ് എടുക്കാനും പറ്റി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ ഇപ്പോൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്കൊരു ആ മെത്തേഡ് മനസ്സിലാവാനും ഉണ്ടാകുന്നു. കോമൺ ആയിട്ടുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഈ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമുക്ക് തന്നെ അതിനെ ബെറ്റർ ചെയ്തെടുക്കാം. വെറുതെ കുറേ സ്ട്രാറ്റജീസ് ഒരു സ്ട്രാറ്റജി അടുത്തേക്ക് പോകേണ്ടതില്ല. നമുക്ക് തന്നെ അതിൽ മോഡിഫിക്കേഷൻ വരുത്താം അത്യാവശ്യം ട്രേഡ് ചെയ്ത് പരിചയമായാൽ. അപ്പോൾ ആ രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്കിത് സ്വിംഗ് ട്രേഡിന് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറയാമെന്നുള്ള. കാരണം അത് നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം അത് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ ഒരു വിത്തിൻ 10 or 10 ദിവസത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിലുള്ള ഒരു ക്യാൻഡിൽസിൽ NR4 NR7 NR9 ഒന്നിച്ച് അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ബ്രേക്കൗട്ടിലുള്ള മൂവ്മെൻറ്റ് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അത് ഒരു ദിവസത്തിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് സ്ക്രീൻ ചെയ്തെടുക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആമി ബ്രോക്കർ പോലെയുള്ള സോഫ്റ്റ്വെയർസ് വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റാ ട്രേഡറോ അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനും പക്ഷെ അത്യാവശ്യം കോഡിങ് അറിയേണ്ടി വരും. അങ്ങനെയും ചെയ്യാൻ പറ്റും. അതായത് NR4 NR7 ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ചെയ്ത് ചില കോഡിങ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് ഒരു വിത്തിൻ 10 or 12 ക്യാൻഡിൽസ് നമുക്ക് ഒന്നിച്ച് ഈ ക്യാൻഡിൽസ് എല്ലാം അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നാരോ റേഞ്ച് ആണെന്ന് ഉറപ്പായി കുറേ ദിവസത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ബ്രേക്കൗട്ട് പറഞ്ഞാൽ നല്ല രീതിയിലായിരിക്കും ഡേ ക്യാൻഡിൽസിലുള്ള. അപ്പോൾ നമുക്ക് അതൊരു നല്ല മൂവ്മെൻറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സ്വിംഗ് ട്രേഡിൽ. ഓക്കെ, അപ്പോൾ ചാനൽ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്